നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹ്റൈനിൽ സർക്കാരുമായി ബന്ധമുള്ള കമ്പനികളിലെ വിദേശ ജീവനക്കാരുടെ തൊഴിൽ വിസകൾക്ക് വിലക്കേർപ്പെടുത്തുമെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിൽ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം തസ്തികകളിൽ സ്വദേശിവൽക്കരണം വേണമെന്ന ആവശ്യം പാർലമെന്റിൽ ഉയർന്നു. MP ഡോക്ടർ മുനീർ സറൂർ ആണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പാർലമെന്റിന് മുന്നിൽ സമർപ്പിച്ചത്. സൗദി അറേബ്യയിൽ ഇനി മുതൽ സ്ഥാപനങ്ങൾക്ക് വിദേശ തൊഴിലാളികളെ കമ്പനികൾക്ക് കൈമാറ്റം ചെയ്യാം. ഇത് സംബന്ധിച്ചുള്ള നിയമങ്ങൾക്ക് സാമൂഹ്യ വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് ബിൻ സുലൈമാൻ അൽ രാജിഹി അംഗീകാരം നൽകി. രാജ്യത്തെ തൊഴിൽ മാർക്കറ്റിന്റെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ നിയമം സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം സൗദി അറേബ്യയിലെ നിലവിലുള്ള കമ്പനികളിലെ വിദേശ തൊഴിലാളികളെ മറ്റു കമ്പനികൾക്ക് നിയമപരമായി കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഈ തൊഴിലാളികളെ ഉപയോഗിച്ച് ബന്ധപ്പെട്ട ജോലികൾ പൂർത്തിയാക്കാം. ബാങ്ക് ഇടപാടുകാരെ ലക്ഷ്യം വെച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ പിടികൂടി ഫുജൈറ പോലീസ്. തട്ടിപ്പിനിരയായ സ്ത്രീയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ്. പ്രതികൾക്കെതിരെ മറ്റ് എമിറേറ്റുകളിലും സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സൗദിയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർസിറ്റി റോഡുകളിൽ ചാർജിംഗ് സേവനങ്ങൾ വിപുലീകരിക്കാൻ ഒരുങ്ങുന്നു. നിലവിലുള്ള ഇന്ധന സ്റ്റേഷനുകളുമായി സഹകരിച്ചോ പുതിയ സ്വതന്ത്ര സ്റ്റേഷനുകൾ സ്ഥാപിച്ചോ ഈ വികസനം സാധ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഭവന മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.